കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ടൈം ലൈനുകൾ ഒരേ ഒരു പേര് കൊണ്ട് നിറയുകയാണ്, ലൈക്ക. 2026 തുടക്കത്തിലും മനുഷ്യൻ ബഹിരാകാശത്തിന്റെ പുതിയ അതിരുകൾ തേടുമ്പോൾ കാലം മറക്കാൻ ആഗ്രഹിച്ച ആ പഴയ ക്രൂരതയ്ക്ക് മുന്നിൽ ലോകം മാപ്പിരക്കുകയാണ്. ശാസ്ത്രത്തിന്റെ കുതിപ്പിന് വേണ്ടി നമ്മൾ എറിഞ്ഞുകൊടുത്തത് ഒരു തെരുവ് നായയെ ആയിരുന്നില്ല, മറിച്ച് മനുഷ്യത്വത്തെ തന്നെയായിരുന്നു. അതെ, മനുഷ്യന്റെ അഹങ്കാരത്തിന് ശാസ്ത്രമെന്ന് പേരിട്ടപ്പോൾ ബലി കൊടുക്കേണ്ടി വന്നത് ഒരു നിഷ്കളങ്ക ജീവനായിരുന്നു. 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 2 എന്ന മരണക്കൂട്ടിലേക്ക് അവളെ കയറ്റിയിരുത്തുമ്പോൾ അതൊരു ചരിത്ര നിമിഷമായിരുന്നു എന്ന് ലോകം വിശേഷിപ്പിച്ചു. പക്ഷേ ആ ചരിത്രത്തിന് ലൈക്കയുടെ കരിഞ്ഞുപോയ മാംസത്തിന്റെയും ഭയന്നു വിറച്ച ഹൃദയമിടിപ്പിന്റെയും ഗന്ധമുണ്ടായിരുന്നു. മോസ്കോയിലെ കൊടും തണുപ്പിൽ വിശന്ന വയറുമായി തെരുവോരങ്ങളിൽ ചുരുണ്ടുകിടന്ന ആ പാവം ജീവനെ ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തത് അവളുടെ ആ ശാന്ത സ്വഭാവം കൊണ്ടായിരുന്നു. ആ തണുത്ത മണ്ണിൽ നിന്ന് അവളെ അവർ കൈകളിലെടുത്തപ്പോൾ തനിക്ക് സ്നേഹിക്കാൻ ഒരു കൂട്ട് കിട്ടിയെന്നും ഇനി വിശപ്പില്ലാത്ത നാളുകളാണെന്നും ആ നിഷ്കളങ്ക കരുതിയിട്ടുണ്ടാകണം. അതുതന്നെയായിരുന്നു മനുഷ്യൻ അവളോട് കാണിച്ച ഏറ്റവും വലിയ ചതിയും. തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നവന്റെ കൈകൾ പോലും സ്നേഹത്തോടെ നക്കാൻ മാത്രം സ്നേഹനിധിയായിരുന്നു അവൾ. തന്നെ മരണത്തിന്റെ ഇരുട്ടറയിലേക്ക് അടക്കാൻ ഒരുങ്ങുന്നവരുടെ മുഖത്തേക്ക് നോക്കി അവൾ വാലാട്ടിയിട്ടുണ്ടാകണം. തന്നെ താലോലിച്ചവർ തനിക്ക് മരണമാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ആ പാവത്തിനില്ലായിരുന്നു. ഒരു തരി സ്നേഹത്തിനു വേണ്ടി മനുഷ്യന്റെ കാൽക്കൽ ഉരസി നടന്ന ആ നിഷ്കളങ്കതയെയാണ് തിരിച്ചുവരവില്ലാത്ത ആ ശൂന്യതയിലേക്ക് നാം നിഷ്കരണം തള്ളിയിട്ടത്. വിക്ഷേപണ സമയത്ത് ചുറ്റുമുയർന്ന ഇരുമ്പലിൽ ആ കൊച്ചു ഹൃദയം സാധാരണയേക്കാൾ 3 ഇരട്ടി വേഗത്തിലിടിച്ചു. ആ ശൂന്യതയിൽ പ്രാണവായുവിനായി പിടഞ്ഞപ്പോൾ, ശരീരം വെന്തുരുകിയപ്പോൾ അവൾ ആരെങ്കിലും വരുമെന്ന് കരുതിയിട്ടുണ്ടാകണം. തന്നെ താലോലിച്ചവർ, തനിക്ക് ഭക്ഷണം നൽകിയവർ രക്ഷിക്കാനെത്തുമെന്ന് അവൾ അവസാന ശ്വാസം വരെ കാത്തിരുന്നിരിക്കണം. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ആ ജീവൻ പൊലിഞ്ഞു. 7 ദിവസത്തോളം അവൾ അവിടെ ജീവിച്ചു വരുന്നു എന്ന പച്ചക്കള്ളം പതിറ്റാണ്ടുകളോളം ലോകത്തോട് വിളിച്ചു പറയാൻ പോലും മനുഷ്യന് പിന്നീട് മടിയുണ്ടായില്ല. 2026 നമ്മൾ മാപ്പിരക്കുന്നു. ഇന്ന് നാം ചൊവ്വയിലേക്ക് പാതയൊരുക്കുമ്പോഴും ചന്ദ്രനിൽ വീട് വെക്കാൻ മോഹിക്കുമ്പോഴും ബഹിരാകാശത്തിന്റെ ഏതോ കോണിൽ ലൈക്ക ഒരു നീറ്റലായി അവശേഷിക്കുന്നു. അവൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ പുല്ലിൽ ഓടിക്കളിക്കാനും വെയിലേറ്റുറങ്ങാനും അവൾക്കും അധികാരമുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾക്കിടയിൽ ഇന്നും അവൾ അലയുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ പുരോഗതിയുടെ അടയാളമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ പരാജയമായിരിക്കും.